വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ UK-യിലാണുള്ളത്. ഞാൻ ശരിക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ട് എല്ലാവരും അറിയിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് അതിന് പറ്റിയില്ല. എനിക്ക് ഇത് ഞാൻ ഓഗസ്റ്റ് 16-നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇതിൻ്റെ ഇതുവരെ ഞാനത് എഡിറ്റ് ചെയ്തിട്ടോ ഇട്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നു. ക്ലിപ്സായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഇങ്ങനെ പക്ക ഒരു വീഡിയോ ചെയ്യാം എന്ന രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എയർപോർട്ടിലോട്ട് ഞങ്ങൾ ആദ്യം എത്തി. അവിടെ എനിക്ക് അമ്മൂമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, വയ്യാത്തതുകൊണ്ട്. ബാക്കി എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, ബാക്കി എല്ലാവരും വന്നു. വരാത്തവരൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഹാപ്പി ഫേസസോടുകൂടിയാണ് ഞാൻ പോയത്. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറേ പേര് എൻ്റെ അടുത്ത് വന്നല്ലോ എന്നൊരു സന്തോഷത്തോടെയാണ് ഞാൻ ഫ്ലൈറ്റ് കയറി. പക്ഷേ കുറച്ച് പേരെ മിസ് ചെയ്തു. എന്നാലും ഞാൻ എല്ലാവരും നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ അകത്ത് കയറിയിട്ട് ഞാൻ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്ത് പറഞ്ഞു ഞാൻ എത്തി, എവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്ക് ഇതൊക്കെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ്. ഞാൻ ആക്ച്വലി ഇമിഗ്രേഷൻ ടൈമിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ബോധം ഇല്ലായിരുന്നു. കാരണം എനിക്ക് അതിനുള്ളൊരു മനസ്സേ ഇല്ലായിരുന്നു. അകത്ത് കയറി ലഗേജ് കൊടുത്തതോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ടൈമോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് വിശക്കും എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 കോൾഡ് കോഫി വാങ്ങിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് പോയത്. കാരണം രാവിലെ ഞങ്ങളൊരു 7:30 കഴിഞ്ഞപ്പോൾ അകത്തോട്ട് കയറി. 10:20 ഫ്ലൈറ്റായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ എല്ലാവരും നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നേരത്തെ എടുത്തു. അപ്പോൾ ഞാൻ എല്ലാവരെയും വീഡിയോ കോൾ ചെയ്തത് എനിക്ക് സംഭവം ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഞാൻ ചില സമയം ഓർക്കും. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്ന രീതിയിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിലാണ് ഞങ്ങൾ പോയത്. കൊളംബോയിലോട്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്. പിന്നെ അവിടെ നിന്ന് നേരെ ഹീത്രൂയിലോട്ട്. സൈഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പം ഈ ഒരു വ്യൂ എടുക്കാൻ പറ്റി. എന്നുവെച്ചാൽ ആദ്യം കുറേ ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് അത് ഗ്രൗണ്ടിൽ കൂടെ കറങ്ങിയിട്ട് പിന്നെ ഫ്ലൈറ്റ് എടുത്തു. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇതിൽ നമുക്കിങ്ങനെ അയ്യോ തല ഒരുമാതിരി ആവുമെന്നൊക്കെ തോന്നുന്നു. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നോടിങ്ങനെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അനാമിക എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫീൽ വരും, ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു ഫീൽ വരും എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അത് പ്രിപ്പയർ ആയിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും എന്നെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തില്ല. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴാണ് റിഫ്രഷ്മെൻറ്റ് വരുന്നതെന്ന്. അപ്പം ഒരു ബന്നും പിന്നെ ആപ്പിൾ ജ്യൂസും. സംഭവം ഈ ബന്ന് ഞാൻ കഴിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അകത്തുള്ളത് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ ഫില്ലിങ്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. ഒരു കടി കടിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് മൊത്തത്തിലല്ലാതെ വേണ്ടാന്ന് പറഞ്ഞാൽ. എനിക്ക് അത് വേസ്റ്റാക്കിയതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഛർദ്ദിക്കും എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ ഇത് കൊളംബോയിൽ ലാൻഡ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലാൻഡ് കണ്ടു. കാരണം ആദ്യം നമ്മൾ പറന്നുകൊണ്ടിരുന്നത് കടലിലൂടെയായിരുന്നു. പിന്നെ ലാൻഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ലാൻഡ് ചെയ്യാൻ പോകണം. കാരണം ഞങ്ങൾക്ക് അവിടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി, നിങ്ങളെല്ലാവരും കാണിക്കാമല്ലോ. പക്ഷേ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് നിർത്തിയപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുടുങ്ങണ പോലെ ഫീൽ ചെയ്തു. അടുത്ത ഫ്ലൈറ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി അധികം പേരൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റിൽ, ഫുള്ളും അല്ലായിരുന്നു, കുറേ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇനി ഇവിടെ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ ഇവിടെ ഇല്ലായിരുന്നു, ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് കയറിയിട്ട് ഞങ്ങളുടെ ബാഗ് കൊടുത്തിട്ട് അവരത് ഫുൾ ചെക്ക് ചെയ്യും. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോഴും ഈ ഫുൾ സാധനം എടുത്ത് പുറത്ത് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അതിവിടെ ഉണ്ടായിരുന്നു. എന്തിന് പാക്ക് ചെയ്തതെന്ന് വരെ തോന്നിപ്പോണൊരു നിമിഷം വരുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഒന്നും എടുത്ത് വെക്കേണ്ടി വന്നില്ല. ഇലക്ട്രോണിക് ഡിവൈസസ് വെക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ള അല്ലാതെ എല്ലാ സാധനവും ഷൂസ് ഉൾപ്പെടെ ഒരു ഊരി വെപ്പിച്ചു. അതായിരുന്നു പ്രശ്നം. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇട്ടു. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്, ഇനി പോകാൻ പോകുന്ന ഫ്ലൈറ്റ് ഇതാണ്. അപ്പോൾ അത് നോക്കി അവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ടൈം ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു. കാരണം എല്ലാ ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയാണ്, നമ്മൾ നേരത്തെ എല്ലാവരും വരുവാണെങ്കിൽ എല്ലാ പാസഞ്ചേഴ്സും എത്തി എന്നുണ്ടെങ്കിൽ അവരുടെ പറയുന്ന ടൈമിന് മുന്നേ ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയണം ഇരുന്നത്. പക്ഷേ പതുക്കെ വരും. എന്നാലും ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സ്നാക്സൊക്കെ എടുത്ത് വെച്ച് തിരിച്ച് കൊടുത്തിട്ടാണ് വന്നത്. എന്തിനാണ് ഞാൻ തിരിച്ച് കൊടുത്തതെന്ന് എനിക്കൊരു പിടിയില്ല. ഇല്ലായിരുന്നെങ്കിൽ അതെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഫ്ലൈറ്റ്. അതിലെൻ്റെ ഫ്ലൈറ്റിൽ എൻ്റെ സ്ക്രീൻ വർക്കാവുന്നില്ലായിരുന്നു. എനിക്ക് നല്ല സങ്കടമായി. പിന്നെ ഞങ്ങൾക്ക് ലഞ്ചിന് കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്ക് ചിക്കനുണ്ട്, പിന്നെ പൊട്ടറ്റോ, പിന്നെ ഈ വെജിറ്റബിൾസ് ഇല്ലേ, ബ്രക്കോളി, ക്യാരറ്റൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം അവിച്ച് വെച്ചത്. പിന്നെ ഒരു കേക്ക്, ഇവിടെ കേക്ക് നല്ലതായിരുന്നു, ബന്നുണ്ടായിരുന്നു, പിന്നെ ഒരു സാലഡ് കണക്ക്. എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ മാക്സിമം കഴിച്ചു. കേക്ക് ഞാൻ ഫുള്ള് കഴിച്ചു. കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളെല്ലാം കാലിയാക്കി. അവൾ പറഞ്ഞു ഇല്ല വേസ്റ്റാക്കാൻ പാടില്ല. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് ഈ ചിക്കൻ പീസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചിക്കനിൽ മാത്രം ഉപ്പുള്ളൂ ഇവരുടെ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ സ്ക്രീൻ വർക്കാവാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് എൻ്റെ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതാണ് ലാബറട്ടറി. ഞാൻ ഓർത്ത് ഇതിൻ്റെയും കൂടെ വീഡിയോ എടുത്ത് വയ്ക്കാം, പിന്നെ ഇപ്പം വല്ലപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ ആദ്യം എനിക്ക് പോകണ്ടെന്നൊക്കെ ഓർത്തു, പക്ഷേ പോയി വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. എന്നിട്ട് ഞങ്ങൾക്ക് മീൻസ് ഫ്ലൈറ്റ് ഫുൾ എപ്പോഴും വിൻഡോ ക്ലോസ്ഡ് ആയിരുന്നു, കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ പുറത്ത് പ്രകാശം ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തണുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇടയ്ക്ക് അവളുടെ സ്ക്രീനിൽ അവൾ ഉറങ്ങിയ സമയത്ത് കുത്തി വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമ. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് രാത്രിയോട് അടുപ്പിച്ച് ഒരു ഫുഡ് കൂടെ എത്തി. ഇത് കുഴപ്പമില്ലായിരുന്നു, ഇത് ഞാൻ മൊത്തം കഴിച്ചു. ഇപ്പോഴും കേക്ക് നല്ലതായിരുന്നു. സാലഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഫുൾ കഴിച്ചു, മാക്സിമം കഴിച്ചു. പിന്നെ ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിരുന്നു, നമുക്ക് ടീ വേണമെങ്കിൽ തരും. അപ്പോൾ ഞാൻ ജ്യൂസ് വാങ്ങിക്കാതെ പ്രാവശ്യം ടീ വാങ്ങിച്ചു. ടീ മീൻസ് ടീ ആയിട്ട് തരും, ഒരു ബ്ലാക്ക് ടീ തരും, പാല് സെപ്പറേറ്റ് തരും, നമുക്ക് ഒഴിച്ച് ചായ ആക്കാം. അവളത് ബ്ലാക്ക് ടീ ആയിട്ട് തന്നെ കുടിച്ചു, ഞാൻ അല്ലാതെ കുടിക്കുകയാണ് ചെയ്തത്. ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ഇപ്പോൾ ചിക്കൻ ഐറ്റംസിൽ ചിക്കനിൽ ഉപ്പ് കാണും, ബാക്കി സംഭവങ്ങളിൽ ഉപ്പ് കാണില്ല. അപ്പോൾ നമ്മൾ ആ ചിക്കൻ പീസ് മറ്റതിൻ്റെ കൂടെ കുത്തി കഴിച്ചാൽ നമുക്ക് ഓക്കെ ടേസ്റ്റ് ഉണ്ട്, അല്ലാത്ത പക്ഷം ടേസ്റ്റ് ഇല്ല. രണ്ടാമത് കൊണ്ടുവന്ന സാലഡ് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റ് സാലഡ് പിന്നെയും ഭേദം ഉണ്ടായിരുന്നെന്ന് തോന്നി. പിന്നെ ഞാൻ ഇല്ല ഇപ്രാവശ്യമെങ്കിലും വേസ്റ്റ് ആക്കരുതെന്നും പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ 2 പ്രാവശ്യം വന്ന മെനുവിലെയും കേക്ക് നല്ല കേക്കായിരുന്നു. അത് പക്ഷേ പിന്നെ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിങ്ങനെ കുറേ വ്യൂസൊക്കെ വീഡിയോ എടുത്ത് വെച്ചു. എല്ലാം ഒന്നും ഞാൻ ആഡ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. ഞാനിങ്ങനെ ഓക്കെ കാണാമല്ലോ, പിന്നെ എപ്പോഴെങ്കിലും നോക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് എടുത്ത് വെച്ച വീഡിയോസാണ് ഇതെല്ലാം. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഫുൾ നമ്മുടെ വിൻഡോ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഒരുവിധം വെയിൽ താഴ്ന്നപ്പോൾ എല്ലാവരോടും ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്നപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് വ്യൂസൊക്കെ കാണാൻ പറ്റുക. ചിലത് അടഞ്ഞിരുന്ന സമയത്ത് തന്നെ ഞാൻ എടുത്ത വീഡിയോസും ഉണ്ട്. ഞാൻ പതുക്കെ ഫോൺ മാത്രം പൊക്കി പുറത്തോട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോസും ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. കാരണം ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ രാത്രി ഒരു 11:59 അപ്പോൾ നമ്മളവിടെ എത്തിയാലേ ടൈം സോൺ മാറത്തുള്ളൂ. ഇത് എത്താറായപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു. ഇവിടെ ഇപ്പം ഈ ഒരു ടൈമിൽ ഇതിപ്പോൾ UK അകത്തോട്ട് കയറി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 8:15 എത്തേണ്ടത്. പക്ഷേ ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. അല്ല 8 മണിക്കാണ് എത്തേണ്ടത്, ഞങ്ങൾ 7:45 എത്തി. അപ്പോൾ നല്ല വെളിച്ചം. അപ്പോൾ ഞാൻ തന്നെ രാത്രിയോടെ വെളിച്ചമാണ്, ഞാനത് മറന്നുപോയി. ഞങ്ങൾക്കത് ഓർമ്മയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കത്തിയത്, ശരിയാണ് രാത്രി നല്ല വെളിച്ചമാണല്ലോ എന്ന രീതിയിൽ. പിന്നെ നേരെ ഇമിഗ്രേഷനിലോട്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിറയെ ക്യൂ. നമ്മുടെ ഫ്ലൈറ്റ് മാത്രമല്ലായിരുന്നു. പിന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ബാഗും എടുത്ത് പുറത്തിറങ്ങി ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി നേരെ അനാമികയുടെ അമ്മയുടെ ഫ്രണ്ട് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ടാണ് പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല, അധികം വീഡിയോസൊന്നും എടുത്തില്ല. കുളിച്ചു, നേരെ കിടന്നുറങ്ങി. പിന്നെ രാവിലെയാണ് എണീച്ചത്. അപ്പോൾ അവിടുത്തെ ടൈപ്പ് ഫുഡ് ഞങ്ങൾ ഒരു വട്ടം കഴിച്ചു എന്ന് പറയാം, കാരണം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു. പിന്നെ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്, ഓക്കെ ആയിരുന്നു. ഞങ്ങൾ നേരെ വന്ന സ്ഥലത്ത് നിന്ന് ഇനിയിപ്പം ബുക്ക് ചെയ്ത അക്കോമഡേഷനിലോട്ട് മാറാൻ പോവുകയാണ്. അത് ഇവിടെ നിന്ന് ഒരു 16 മിനിറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അടുത്തോട്ട് അത് 2 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ ശരിക്കും ഒരു നല്ല രീതിക്ക് വലുതായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചൊരു വ്ളോഗാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, എനിക്കത് പറ്റില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും ഇങ്ങനൊരു വ്ളോഗ് എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നെക്കൊണ്ടത് പറ്റിയില്ല. ഞാൻ എന്തോ പിന്നെ എപ്പോഴൊക്കെ ആയിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ് എടുത്ത് വീഡിയോ ആക്കി വച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും, എന്നിട്ട് അവിടെ നിന്നായിരിക്കും പിന്നുള്ളത്. ഞാൻ ഇനിയുള്ള വീഡിയോസൊക്കെ നല്ലതായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ റൂമിൽ ഇങ്ങനൊരു പിക്ചർ എന്തിനെന്നറിയത്തില്ല, ഒരു ക്രീപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അവിടെ നിന്ന് നോക്കിയുള്ള വ്യൂ ഫുഡ് കഴിക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ ആ വീട്ടിലിരുന്ന ഡ്രസ്സാണ് ആക്ച്വലി ഇത്. ഞാൻ ഇതിട്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. കാരണം പിന്നെ ഇനി നേരെ അങ്ങ് പോയിട്ട് ഒരു പാൻറ്റ് മാത്രം എടുത്തിട്ടു, പുറത്തിട്ട് നിന്നിട്ട് നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. കാരണം എന്തായാലും അവിടെ പോയിട്ട് ഇനിയിപ്പം ഡ്രസ്സ് മാറണമല്ലോ, ഒരിടത്ത് അന്നത്തെ ദിവസം ഇറങ്ങുമില്ലെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണോ കിടന്നുറങ്ങി അതുപോലെയാണ് ഇറങ്ങിപ്പോയത്. പിന്നെ ഈ റോഡൊക്കെ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ കുറേ വീഡിയോസ് എടുത്ത് വെച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഓക്കെ വീഡിയോ വോയിസ് ഓവർ ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ എടുത്തിട്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ, അങ്ങനെ ഇട്ടതാണ് ഇതൊക്കെ. പക്ഷേ ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഞാൻ പ്രതീക്ഷിച്ച അത്രയും വേസ്റ്റ് ആയിട്ടില്ല. ഇറങ്ങിയപ്പോഴും എനിക്ക് ഭയങ്കര ജെറ്റ് ലാഗ് വരുവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ചെറിയ തലവേദന എനിക്ക് അല്ലെങ്കിലും ഉണ്ട്, മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, അല്ലാതെ പ്രശ്നമൊന്നും തോന്നിയില്ല, വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു.
പിന്നെ ഇതാണ് ട്രഫൽഗർ ഹോൾ. ഇത് യൂണിവേഴ്സിറ്റി അക്കോമഡേഷനാണ്. ഞങ്ങൾ 1 വീക്കിലത്തേക്കാണ് എടുത്തത്. പിന്നെ അങ്ങോട്ടേക്ക് എല്ലാ സാധനങ്ങളും ഇത് 2ാമത്തെ ട്രിപ്പിലാണ് ഞാൻ വന്നത്. ആക്ച്വലി ഫസ്റ്റ് ഒരു ട്രിപ്പ് അവൾ കുറച്ച് സാധനം കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് കയറി. ഇതാണ് എൻ്റെ റൂം. ലൈക്ക് ആ ഒരാഴ്ച നിന്ന റൂം ശരിക്കും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇവിടെ തന്നെ നമുക്ക് ബാത്റൂം അകത്ത് തന്നെ ഉണ്ട്. പിന്നെ കിച്ചൺ 6 പേർക്കുള്ളൊരു കോമൺ കിച്ചണും ഉണ്ട്. പിന്നെ ആൻറ്റിയെ യാത്ര അയക്കാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് പോയി. അങ്ങനെ ഇത് യൂണിവേഴ്സിറ്റി പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതിൻ്റെ അകത്ത് സേഫും ആയിരുന്നു. അങ്ങനെ ഇവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ബാക്കി വീടൊക്കെ നോക്കാൻ പോയതും എല്ലാം. ഞാൻ ഇതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ക്ലിപ്പാണ്. നിങ്ങൾ അടുത്ത വീഡിയോ കൂടെ എന്നോട് ക്ഷമിക്കുക. അതിനുശേഷം ഞാൻ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.